നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് എടുത്ത പുതിയ കടുത്ത തീരുമാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മരുന്നുകൾക്കും മെറ്റൽ ഇമ്പോർട്ടുകൾക്കും കനത്ത താരിഫാണ് ഇനി ഏർപ്പെടുത്താൻ പോകുന്നത്. ഈ തീരുമാനത്തിന്റെ ഭാഗമായി അമേരിക്കയിൽ നിർമ്മാണം നടത്തുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ ലക്ഷ്യമാക്കി ചില പേറ്റന്റ് മരുന്നുകൾക്കും അവയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾക്കും 100% വരെ താരിഫ് ചുമത്താൻ ട്രംപ് തീരുമാനിച്ചിട്ടുണ്ട്. കമ്പനികൾ മോസ്റ്റ് ഫേവേർഡ് നേഷൻ പ്രൈസിംഗ് പദ്ധതിയിൽ ചേരുകയോ US നിർമ്മാണം തുടങ്ങുകയോ ചെയ്താൽ ഈ താരിഫ് 20% വരെ കുറച്ചേക്കാം. ഏതായാലും ഇപ്പോൾ ഏർപ്പെടുത്തിയ ഈ ഒരു ഫാർമ കമ്പനികളിലുള്ള താരിഫ് ഒരുപാട് കമ്പനികളെ ഒന്നും ബാധിക്കില്ലെങ്കിലും പ്രധാനപ്പെട്ട ചില ഇന്ത്യൻ കമ്പനികളായിട്ടുള്ള സൺ ഫാർമ പോലുള്ള കമ്പനികൾക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ട്രംപിൻ്റെ ഈ പുതിയ താരിഫ് ഇമ്പാക്റ്റ് ഫാർമ സ്പേസിൽ മാത്രമല്ല, മെറ്റൽ സ്പേസിലും വലിയ ഷോക്ക് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സ്റ്റീൽ, അലുമിനിയം, കോപ്പർ ഇറക്കുമതികളിലും മാറ്റം വരുത്തി 50% താരിഫ് ഇനി US വില അടിസ്ഥാനമാക്കി കണക്കാക്കാനും മെറ്റൽ ഉള്ള ഉൽപ്പന്നങ്ങൾക്ക് 25% താരിഫ് ചുമത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്തരത്തിലായിരിക്കും എന്ന് തിങ്കളാഴ്ചത്തെ മാർക്കറ്റിൽ നമുക്ക് അറിയാൻ കഴിയും. ഇവിടെ നമ്മൾ പറഞ്ഞ കമ്പനികളുടെ പേരൊന്നും തന്നെ ഒരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഒരു ചോദ്യം ചോദിക്കട്ടെ, ട്രേഡിംഗ് ഒരു കരിയർ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും പരിമിതമായ അറിവ് കൊണ്ട്, സോഷ്യൽ മീഡിയ ടിപ്പുകൾ കൊണ്ടും ശരിയായ റിസ്ക് മാനേജ്മെന്റ് ഇല്ലാത്തതും കൊണ്ട് നഷ്ടം സംഭവിക്കുന്നുണ്ടോ? ഇപ്പോഴിതാ സ്റ്റഡി നിഫ്റ്റി മലയാളം ബിഗിനേഴ്സിനായി ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെയുള്ള കോഴ്സ് ഏതാനും ദിവസങ്ങൾക്കകം ആരംഭിക്കാൻ പോവുകയാണ്. NISM ഇക്വിറ്റി ഡെറിവേറ്റീവ് ആൻഡ് റിസർച്ച് അനലിസ്റ്റിൻ്റെ ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക. 10,000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. NRIസിനും സൗകര്യപ്രദമായ സമയത്തായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും നിങ്ങളുടെ സീറ്റുകൾ റിസർവ് ചെയ്യാൻ ശ്രമിക്കുക. ബന്ധപ്പെടേണ്ട നമ്പർ 7200822228.